ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സലാഡാണ്. ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൊണ്ട് അടിപൊളി സലാഡ്. കീപ് വാച്ചിങ് ഗൈസ്. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഉണ്ട്, കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്, പിന്നെ ചീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വീഡിയോയുടെ അടുക്കായിട്ട് പറയാം. ഇനി നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് കാണുന്ന പോലെ തന്നെ സ്ലൈസായിട്ട് ഏകദേശം ചെറിയൊരു ക്യൂബിൻ്റെ രീതിയിൽ തന്നെ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്യണം. കാരണം അങ്ങനെ കട്ട് ചെയ്ത് സലാഡ് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലായിരിക്കും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കട്ടിങ് നല്ലപോലെ ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഓരോരോ വെറൈറ്റി സലാഡിലും ഓരോ തരത്തിലുള്ള ഷേപ്പിലും കാര്യങ്ങളൊക്കെയാണ് അവർ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ആയാലും കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ഫീൽ കിട്ടാനും ടേസ്റ്റ് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അതിൻ്റെ ആ സീഡുള്ള ഭാഗം കളഞ്ഞിട്ട് അതിൻ്റെ ആ തൊലിയുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ അത് ഏകദേശം ഷേപ്പൊന്നും കിട്ടില്ല കട്ട് ചെയ്യുമ്പോൾ. ഏകദേശം നമ്മൾ ആ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കി ആ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. തീരെ ചെറുതാവണ്ട, നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കി ആ ഒരു സൈസിൽ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ആ ബോളിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് തിക്ക് ക്രീം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണ് ചീസ് ക്രീം, സെയിം അളവിൽ തന്നെ 2.5 ടേബിൾ സ്പൂണ് തേരും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ഉപ്പും കൂടി അതിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഇനിയൊരു സ്പൂൺ കൊണ്ട് നമുക്കിതൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഏകദേശം നല്ല മിക്സ് ആയിട്ടുണ്ട് ഏകദേശം. ഇനി ഇതിലേക്ക് കുറച്ച് എരിവിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം. കുറച്ച് സ്പൈസി ആണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ മാംഗോ പൾപ്പും കൂടി അതിൽ ആഡ് ചെയ്യണം. അതിനുശേഷം ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സലാഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു പരന്ന പ്ലേറ്റ് ആണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഗാർണിഷൊക്കെ ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്ലേറ്റിക്കൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് തന്നെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കാണാനും ഏകദേശം നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിലുപരി കഴിക്കാനും അതിലും നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്യണം. കട്ടിങ് പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോഴാണ് ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നത്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ഈ സ്പെഷ്യൽ സലാഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ.